ഗവർണർ നിർദ്ദേശം നൽകിയ വിഭജന ഭീതി ദിനാചരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനമെന്ന് മന്ത്രി ആർ ബിന്ദു. നാളിതുവരെ ഇല്ലാത്ത വിധത്തിലാണ് വിഭജന ദിനം ആചരിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് ഇത് ചെന്നു നിൽക്കുക എന്നും മന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനത്തിന്റെ തൊട്ട് തലേന്ന് വിഭജന ഭീകരതാ ദിനമായിട്ട് ആചരിക്കാൻ പറഞ്ഞ് ഒരു സർക്കുലർ ബഹുമാന്യനായ ചാൻസലറുടെ നിർദ്ദേശാനുസരണം പോയതായിട്ട് മനസ്സിലാക്കുന്നു. കേരളത്തിലെ ക്യാമ്പസുകൾ ആ പരിപാടി നടത്തേണ്ടതില്ല എന്നുള്ളതാണ് കേരള ഗവൺമെന്റിന്റെ അഭിപ്രായം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് DCE മുഖാന്തരവും DTE മുഖാന്തരവും ഈ അറിയിപ്പ് വിവിധ കലാലയങ്ങൾക്ക് നൽകും. നാളിതുവരെ ഇല്ലാത്ത വിധത്തിൽ വിഭജനത്തിന്റെ ഭീകരത എന്ന പേരിൽ പരിപാടി നടത്താൻ ആഹ്വാനം ചെയ്യുമ്പോൾ അത് സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് ചെന്നെത്തുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിജയൻ മായാന്തോടെ കൂടുതൽ വിവരങ്ങൾ നൽകും. വിജയൻ, കേരളത്തിലെ KTU ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ വിഭജന ഭീതി ദിനാചരണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ സർക്കാർ എന്ത് ഇടപെടലാണ് നടത്തുക? മന്ത്രിയുടെ നിലപാടെന്ത്? അനിഷ, എന്തായാലും നാളെയാണ് വിഭജന ഭീതി ദിനാചരണം നടത്താൻ ഗവർണർ നിർദ്ദേശം നൽകിയത്. ഇത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഭാഗമായി ഇറങ്ങിയ സർക്കുലറിന്റെ ഭാഗമായാണ് ചാൻസലർ വൈസ് ചാൻസലർമാർക്ക് ഇക്കാര്യത്തിൽ നിർദ്ദേശം കൊടുത്തത്. നേരത്തെ തന്നെ ഇങ്ങനെയൊരു ആവശ്യം ഗവർണർ സർവകലാശാലകളോട് ആവശ്യപ്പെട്ടു എന്ന് അറിഞ്ഞ പശ്ചാത്തലത്തിൽ തന്നെ സർക്കാർ കടുത്ത ഭാഷയിലായിരുന്നു ഇതിനെതിരായി പ്രതികരിച്ചത്. എന്തായാലും മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വിഭജന ഭീതി ദിനാചരണം അത് സാമൂഹ്യ വിഭജനം ഉണ്ടാക്കാൻ മാത്രമേ പര്യാപ്തമാകൂ. അതുകൊണ്ട് അക്കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ആ പരിപാടി നടത്തേണ്ടതില്ല എന്ന തീരുമാനമാണ് സർക്കാർ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. കലാലയങ്ങൾക്ക് ഈ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കുകയാണ്. ക്യാമ്പസുകൾ മതനിരപേക്ഷത പുലരണം എന്നുള്ള കാഴ്ചപ്പാടാണ് സർക്കാർ വെച്ചു പുലർത്തുന്നത്. നാളിതുവരെ ഇല്ലാത്ത വിധത്തിലാണ് വിഭജന ദിനം ആചരിക്കാനുള്ള നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുള്ളത്. സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് ഇത് ചെന്നെത്തിക്കുക. വർഗീയ ദ്വേഷത്തിനും ഇക്കാര്യം ഇടയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുകയാണ്. എന്തായാലും ക്യാമ്പസുകളിൽ എന്തൊക്കെ പരിപാടി നടത്തണമെന്ന് നിർദ്ദേശിക്കാൻ സർവകലാശാലകൾക്ക് നിലവിൽ VC-മാർക്ക് അധികാരമില്ല. അങ്ങനെ ഉള്ള പരിപാടികൾ ഏതൊക്കെയാണ് എന്ന് സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ളവ തീരുമാനിച്ചാണ് താഴത്തേക്ക് അറിയിക്കേണ്ടത് എന്നുള്ളതാണ് നിലവിൽ മന്ത്രി വ്യക്തമാക്കുന്നത്. വിഷയത്തിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ പരിപാടി നിർബന്ധപൂർവ്വം നടത്തേണ്ടതില്ല എന്നുള്ള ഒരു അറിയിപ്പ് രാജ്ഭവനിൽ നിന്ന് പോയി എന്നാണ് അറിയുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും നാളെ ഈ പരിപാടി നടക്കുകയാണെങ്കിൽ ആ പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം SFIയുടെ ഭാഗത്ത് നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി SFI കേരള സർവകലാശാലയിൽ ഗവർണറുടെയും ഒപ്പം തന്നെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെയും കോലം കത്തിക്കുകയും ചെയ്തിരുന്നു. ഇതേ പ്രതിഷേധ പരിപാടികൾ മറ്റ് ക്യാമ്പസുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. KTU ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ ഇക്കാര്യത്തിൽ പരിപാടി നടത്താനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഏത് വിധത്തിൽ പരിപാടി സംഘടിപ്പിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും പക്ഷേ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അനിഷ, വിജയൻ, അതായത് ഈ കത്ത് നൽകുക എന്നതിനേക്കാളും അപ്പുറം മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിലേക്ക് സർക്കാർ കടക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു വശത്ത് SFIയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധവുമുണ്ട്, വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ. തീർച്ചയായും അങ്ങനെ ഒരു നിർദ്ദേശം പരിപാടി നടത്തേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം അത് കോളേജുകൾക്കും ഒപ്പം തന്നെ സർവകലാശാലകൾക്കും നൽകും എന്നുള്ളതാണ് മന്ത്രി ആർ ബിന്ദു ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇക്കാര്യം രാജ്ഭവൻ നേരത്തെ വൈസ് ചാൻസലർമാർക്ക് അയച്ച കത്തും അതിനുശേഷം വീണ്ടും ഈ പരിപാടി ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ തരത്തിൽ നടത്തുന്നു എന്നറിയിക്കാനുള്ള രണ്ടാമത്തെ ഒരു കത്തും കൂടി അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ തുടർച്ചയായി രാജ്ഭവൻ ഇക്കാര്യത്തിൽ ഒരു സമ്മർദ്ദം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ വൈസ് ചാൻസലർമാർ പരിപാടി സംഘടിപ്പിക്കും അതിനുള്ള നിർദ്ദേശം കർശനമായി നൽകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ എന്തായാലും KTU ആണ് ഇപ്പോൾ പരിപാടി നടത്തും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുള്ളത്. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു നിർദ്ദേശം വന്നു, അത് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. നടത്തേണ്ടത് എങ്ങനെയെന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർ വെച്ചു പുലർത്തുന്നത്. എന്നാലും നിലവിൽ ഈ പരിപാടി എങ്ങനെ നാളെ സംഘടിപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ KTU മാത്രമാണോ ചാൻസലറുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് പരിപാടി നടത്താനുള്ള തീരുമാനത്തിലെത്തിയത്? നിലവിൽ എല്ലാ, അതായത് ചാൻസലർ നിയമിച്ച ഗവർണർ നിയമിച്ച എല്ലാ വൈസ് ചാൻസലർമാരും ഇക്കാര്യത്തിൽ വൈസ് ചാൻസലർ നൽകിയ ഉത്തരവ് അത് താഴേക്ക് രജിസ്ട്രാർമാർക്കും ഒപ്പം തന്നെ രജിസ്ട്രാർ അത് കോളേജുകളിലേക്കും നിലവിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ അത് ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇത് നിർബന്ധപൂർവ്വം നടപ്പിലാക്കണം എന്ന് ഈ ഉത്തരവിൽ ഒന്നും പറയുന്നില്ല. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഗവർണർക്ക് അയച്ച കത്തിലോ ഗവർണർ താഴേക്ക് നൽകിയിരിക്കുന്ന
കത്തിലോ ഇക്കാര്യത്തിൽ ഒരു നിർബന്ധപൂർവ്വം നടപ്പിലാക്കണം എന്നുള്ള കാര്യം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നിർബന്ധിച്ച് നടപ്പിലാക്കാൻ കഴിയില്ല. പക്ഷേ ഈ RSS അനുഭാവം കാണിക്കുന്ന ചില കലാലയങ്ങളോ ഒപ്പം തന്നെ അധ്യാപക സംഘടനകളോ വിദ്യാർത്ഥി സംഘടനകളോ ഒക്കെ ഒരുപക്ഷെ ക്യാമ്പസുകളിൽ അങ്ങനെ ഒരു പരിപാടി നടത്താനുള്ള സാധ്യതയുണ്ട്. അത് തടയുമെന്നാണ് SFIയും ഒപ്പം തന്നെ ഇടത് അധ്യാപക സംഘടനകളും ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ നാളെ ഈ പരിപാടി ആരെങ്കിലും നടത്താൻ ശ്രമിച്ചാൽ അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടി നിലവിലുണ്ട്. ഏത് തരത്തിൽ ആണ് കാര്യങ്ങൾ എത്തുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നിശ്ചയമില്ല. പക്ഷേ ഒരു ഭാഗത്ത് ഈ പരിപാടി തടയുമെന്നും നടത്തുമെന്നും ഉള്ള രണ്ട് തീരുമാനങ്ങളിൽ രണ്ട് വിഭാഗങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത ഉൾപ്പെടെ കാണുന്നത്. എന്തായാലും സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കേരളത്തിലെ കോളേജുകളിൽ ഈ പരിപാടി നടത്തേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം നൽകുമെന്നാണ്. ഗവർണറും ഇക്കാര്യത്തിൽ ഒരു കണിശമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വിജയൻ മായാന്നോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.